മോദി സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഇടം നേടി ചാണ്ടി ഉമ്മൻ MLA. ഇടം നേടിയത് ദേശീയപാത അതോറിറ്റി പാനലിൽ. 63-അംഗ പാനലിൽ ചാണ്ടി ഉമ്മൻ 19-ാം സ്ഥാനക്കാരനാണ്. ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഇടം നേടുന്നത് ഇതാദ്യം. വിവരങ്ങളുമായി സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, കോൺഗ്രസിന്റെ യുവമുഖം, MLA, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന ചാണ്ടി ഉമ്മനെ ഏത് സാഹചര്യത്തിലായിരിക്കാം കേന്ദ്ര സർക്കാർ തങ്ങളുടെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുത്തിയത്? ഷമി, 7-ാം തീയതി, അതായത് കഴിഞ്ഞ ശനിയാഴ്ച റീജിയണൽ ഓഫീസുകളിലേക്ക് അയച്ച കത്തിലാണ് ഈ 63 അംഗ പാനലിൻ്റെ പേര് വിവരങ്ങൾ ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതിൽ 19-ാമത്തെ പേരുകാരനായി ചാണ്ടി ഉമ്മനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു അസ്വാഭാവികത എന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിലും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അഭിഭാഷകരും ഒക്കെയായി സാധാരണ നിലയിൽ വരാറുള്ളത് വളരെ അടുത്ത സംഘപരിവാർ ബന്ധമുള്ള സംഘപരിവാർ കുടുംബങ്ങളിൽ നിന്നുള്ള അഭിഭാഷകരാണ്. എല്ലാ കേസുകളിലും അവർക്ക് വേണ്ടി ഹാജരാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലൊക്കെ ആണെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലായി ഹാജരായിരുന്ന ആളുകളും ഇപ്പോൾ EDക്കും NIAക്കും കസ്റ്റംസിനും ഒക്കെ വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുന്ന അഭിഭാഷകരും ഒക്കെ ഒന്നുകിൽ സംഘപരിവാർ ബന്ധമുള്ളവർ, അല്ലെങ്കിൽ പക്ക RSS കുടുംബങ്ങളിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ BJPയുടെ അഭിഭാഷക സംഘടനയായ അഭിഭാഷക പരിഷത്തിൻ്റെ നേതാക്കൾ, അങ്ങനെയുള്ളവരെ തന്നെയാണ് സാധാരണ നിയമിക്കുക. അതാണ് പതിവും. അത് സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും നടക്കുക. ഏറ്റവും അടുത്ത ബന്ധവും കൂറും, അതിൻ്റെ കൂറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും നിലപാടുകളും കോടതിയിലെത്തി പറയേണ്ട അഭിഭാഷകരാണ് ഈ ആളുകൾ. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തോട്, കേന്ദ്ര ഭരണ സംവിധാനത്തോട് കൂറും വിശ്വസ്തതയും ഒക്കെ ഉള്ള ആളുകളെ മാത്രമേ വക്കീലായി, തങ്ങളുടെ അഭിഭാഷകരായി കോടതിയിലേക്ക് പറഞ്ഞു വിടാൻ, അത് സ്റ്റേറ്റിനാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റാണെങ്കിലും കഴിയൂ. മറ്റൊരു രാഷ്ട്രീയ നിലപാട് വെച്ച് പുലർത്തുന്ന ഒരാളെ തങ്ങൾക്ക് വേണ്ടി പറയാൻ ഹൈക്കോടതിയിലേക്കോ കീഴ്ക്കോടതികളിലേക്കോ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കോ ആണെങ്കിലും വിടാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും താല്പര്യം ഉണ്ടാവില്ല, അത് ചെയ്യാറുമില്ല. പക്ഷേ ഇതിൽ ഒരു കോൺഗ്രസ് MLA കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകാൻ ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ NHAI, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷക പാനൽ കഴിഞ്ഞ ദിവസം 7-ാം തീയതി, അതായത് മിനിയാന്നാണ് കീഴ് ഓഫീസുകളിലേക്ക് സർക്കുലറായി വന്നത്. 63 പേരുകളാണ് അതിലുള്ളത്. ആ പേരുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. അതൊക്കെ നമ്മളൊക്കെ അറിയുന്ന ചില RSS പശ്ചാത്തലമുള്ള അഭിഭാഷകർ ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് 19-അവൻ ചാണ്ടി ഉമ്മൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. ഇൻഡിവിജ്വലായിട്ട്, ഫേമായിട്ടല്ല, ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെ പട്ടികയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എന്ന പേരുണ്ട്. നമുക്കറിയാം ചാണ്ടി ഉമ്മൻ ആരാണ് എന്നുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. കോൺഗ്രസിൻ്റെ യുവമുഖമാണ്. പുതുപ്പള്ളിയിൽ UDFന് വലിയ വിജയം സമ്മാനിച്ച യുവ നേതാവാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനാണ് അവിടെ മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ. അപ്പോൾ കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന, വളരെ പ്രധാനപ്പെട്ട, വളരെ ആളുകൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ചാണ്ടി ഉമ്മൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഇടം പിടിച്ചത് എന്നുള്ളത് സംശയത്തിനിട നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അതെന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് രണ്ടുപേരാണ്. ഒന്ന് ചാണ്ടി ഉമ്മൻ തന്നെ വ്യക്തിപരമായി, മറ്റൊന്ന് കോൺഗ്രസ് ലീഡർഷിപ്പുമാണ്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഒരു BJPയുടെ സർക്കാർ, മോദിയുടെ സർക്കാർ തങ്ങളുടെ ഒരാളെ അവരുടെ അഭിഭാഷകനായി വയ്ക്കുമ്പോൾ സ്വാഭാവികവും കോൺഗ്രസ്സുകാർക്കൊരു സംശയം ഉണ്ടാവേണ്ടതുണ്ട്. ഈ നിയമിക്കപ്പെട്ട ആളുടെ കൂറ് തങ്ങളോടാണോ അതോ കേന്ദ്ര സർക്കാരിനോടാണോ എന്ന കാര്യത്തിലൊരു സംശയം സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയരുക സ്വാഭാവികമാണ്. ഇടതുപക്ഷം CPM ഒക്കെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. തങ്ങൾ വിജയിപ്പിച്ചു വിട്ട ആളായ ചാണ്ടി ഉമ്മൻ എങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഇടം നേടി എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരം ഇനി കോൺഗ്രസ് കണ്ടെത്തേണ്ടി വരും. ഏതായാലും അത് വിശദീകരിക്കേണ്ടത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ഏതായാലും ഒരു വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിലുള്ളത്, ഇനി കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും കാര്യങ്ങളും ഒക്കെ വിവിധ കോടതികളിൽ ഹാജരായി ചാണ്ടി ഉമ്മൻ വിശദീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി ചാണ്ടി ഉമ്മൻ കോടതികളിൽ വാദിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രതിസന്ധി. അതിൽ ഇനി ചാണ്ടി ഉമ്മൻ എന്ത് വിശദീകരണം നൽകുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. സാലി, കോൺഗ്രസ് നേതൃത്വം നമുക്കറിയാം. പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയതിനു ശേഷം ഇന്ന്
മറ്റ് ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം വന്നിരുന്നു. അതായത് കൂടുതൽ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് വരും എന്നുള്ളതാണ് പത്മജ പറയുന്നത്. അവർ BJP-യിലേക്ക് പോയ ദിവസം മുതൽ ഇത് ആവർത്തിക്കുന്നുമുണ്ട്. എന്തായാലും കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും തങ്ങൾക്കിതിൽ താല്പര്യമില്ല, ഇങ്ങനെ മോദി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ആ പാനലിൽ ഉൾപ്പെടുത്തില്ല. അങ്ങനെയല്ലേ? അതായത് സ്വാഭാവികമായി അനുമതി വാങ്ങിയിട്ട് തന്നെ ആവണം പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ആയിരക്കണക്കിന് അഭിഭാഷകരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തുന്നവരുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ BJP-യുടെയും സംഘപരിവാറിൻ്റെ ആഭിമുഖ്യം പുലർത്തുന്ന ഒട്ടനവധി അഭിഭാഷകർ ഈ കേരളത്തിൽ എമ്പാടുമുണ്ട്. അങ്ങിങ്ങുണ്ട്, ഹൈക്കോടതികളിലും കീഴ്ക്കോടതികളിലും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ആണല്ലോ സാധാരണ നിലയിൽ തങ്ങളുടെ അഭിഭാഷകനായി കേന്ദ്ര സർക്കാർ.